ഹായ് ഫ്രണ്ട്സ്, നമ്മൾ Q3 റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ Q3 റിസൾട്ടിൻ്റെ പീക്ക് സീസണിലേക്ക് നമ്മൾ പതുക്കെ മാറും. ഈ വീഡിയോ ബേസിക്കലി പറയുന്നത് ഈ Q3 റിസൾട്ട് ബേസിക്കലി ഫ്ലാറ്റായ അല്ലെങ്കിൽ മോശമായ 5 സ്റ്റോക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുവാണ്. Eqtfx എന്നുള്ള നമ്മുടെ ചാനലിനോട് സാമ്യമുള്ള ഒരു ടെലിഗ്രാം ചാനൽ ഞാൻ ഇന്നലെ കണ്ടു. ആ ചാനലിൻ്റെ എംബ്ലവും നമ്മുടെ യൂട്യൂബ് ചാനൽ എംബ്ലവും ഓൾമോസ്റ്റ് സെയിം ആണ്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളോട് ക്ലിയറായിട്ട് പറയുന്നു, ഞാൻ ഒരു ടെലിഗ്രാം ചാനലും റൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ടെലിഗ്രാം ചാനലുമായിട്ടും എനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ശരിക്കും നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഓൾറെഡി നിങ്ങൾ വിജിലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നാളെ എന്തെങ്കിലും ഒരു ടെലിഗ്രാം ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് എങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പേ ഞാൻ യൂട്യൂബിൽ കൂടെ നിങ്ങളോട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഞാൻ ഒരു ടെലിഗ്രാം ചാനലും ഞാൻ റൺ ചെയ്യുന്നില്ല. ഒരു ടെലിഗ്രാം ചാനലുമായിട്ടും എനിക്ക് യാതൊരു ബന്ധവുമില്ല. വിജിലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത പോയിൻ്റ്, ഫണ്ട അനാലിസിസ് ആണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൻ്റെ ബേസ്. ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിൻ്റാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസം 9, 10, 11, 12 4 ദിവസങ്ങളിൽ ഞാൻ 1.5 മണിക്കൂർ വെച്ചുള്ള ഒരു ഓൺലൈൻ സെഷൻ ഫണ്ട അനാലിസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ആ സെഷന് അറ്റൻഡ് ചെയ്ത് ഫണ്ട എങ്ങനെ അനലൈസ് ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് probable23@gmail.com മെയിൽ ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പോയിന്റ് നമ്പർ 3, ഈ വീഡിയോ ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ 9 months പെർഫോമൻസ് നിങ്ങളെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ഇൻസൈറ്റ് കിട്ടും. ഇങ്ങനത്തെ സ്റ്റോക്കുകളെ നിങ്ങൾ വാച്ച് ചെയ്യുക, അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്ന മാർക്കറ്റിൽ അതിൻ്റെ ക്യാൻഡിൽസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു. അത് നിങ്ങൾക്കൊരു ലേണിംഗ് ആയിട്ട് നാളെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ദിസ് വീഡിയോ ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ വീഡിയോ. ഫ്രണ്ട്സ്, റിസൾട്ട് കമ്പാരിറ്റീവ്ലി വീക്കായ 5 കമ്പനികളുടെ ഡീറ്റെയിൽ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ദിസ് ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഓരോ കമ്പനിയുടെയും വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ 9 മാസത്തെ പെർഫോമൻസ് നിങ്ങൾ കമ്പയർ ചെയ്യണം. 2022 വേഴ്സസ് 2022-23 നിങ്ങൾ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസൈറ്റ് കിട്ടും. അങ്ങനെ വേണം നിങ്ങൾ സ്റ്റോക്കിനെ മനസ്സിലാക്കാനും അതിന്റെ ടെക്നിക്കൽ ബിഹേവിയർ മനസ്സിലാക്കാനും. ബേസിക്കലി ഫസ്റ്റ് കമ്പനി ശക്തി പമ്പ്സ് ആണ്. എന്തുകൊണ്ട് ശക്തി പമ്പ് എടുത്തെന്ന് വെച്ചാൽ, ബേസിക്കലി കൃഷി വളരെയേറെ ബൂം ചെയ്ത ഒരു വർഷമായിരുന്നു നമ്മൾ കണ്ടത്. നോർമലി കൃഷി ബൂം ചെയ്യുമ്പോൾ റിലേറ്റീവ് ഇൻഡസ്ട്രി ഒക്കെ ബൂം ചെയ്യേണ്ടതാണ് അല്ലെ. ശക്തി പമ്പ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഇൻഡസ്ട്രി ആണ് ശരിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നല്ല കമ്പനിയായിട്ട് പോലും ശക്തി പമ്പിന്റെ റിസൾട്ട് വീക്ക് റിസൾട്ട് ആണ് വന്നത്. നമുക്ക് റിസൾട്ടിലേക്ക് കടക്കാം. ഇതാണ് ശക്തി പമ്പിന്റെ റിസൾട്ട്. നിങ്ങൾ റിസൾട്ട് നോക്കൂ. ഡിസംബർ 2021 27 കോടിയായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. 10% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടായിരുന്നപ്പം അത് 22 കോടിയായിട്ട് കുറഞ്ഞു. 2022 ഓപ്പറേറ്റിംഗ് മാർജിൻ പ്രഷർ സംഭവിച്ചു 7%ലേക്ക് താന്നു. ഓക്കെ, നമ്മളെ സ്വീക്വൻഷ്യൽ നോക്കാൻ നേരത്തെ സെപ്റ്റംബർ ആയിട്ട് ബെറ്റർ ആണ് റിസൾട്ട്. പക്ഷെ ഡിസംബർ ആയിട്ട് നോക്കാൻ റിസൾട്ട് ഭയങ്കരമായിട്ട് താഴെ പോയി ശരിക്കും. സോ കമ്പയർഡ് ടു സ്വീക്വൻഷ്യൽ ഇയർ ഓൺ ഇയർ വാസ് വെരി വീക്ക് ആക്ച്വലി. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ കൃഷി ബെറ്റർ ആയിരിക്കുന്ന ഒരു കൊല്ലത്താണ് ഇത് സംഭവിച്ചത്. അത് EPS റിഫ്ലക്ട് ചെയ്തു. 8 രൂപ 5 പൈസ എന്നുള്ള EPS 6 രൂപയിലേക്ക് താന്നു. നിങ്ങൾ ശക്തി പമ്പിന്റെ 9 months പെർഫോമൻസ് നിങ്ങൾ ബാലൻസ് ഷീറ്റ് പോയി ചെക്ക് ചെയ്യണം. ആ പെർഫോമൻസ് ബെറ്റർ ആണോ അത് മോശമാണോ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി ബെറ്റർ ഇൻസൈറ്റ് കിട്ടും സ്റ്റോക്കിനെ കുറിച്ച്. അടുത്ത സ്റ്റോക്ക് മേഘ്മണി ഓർഗാനിക്സ് ആണ്. മേഘ്മണി ഓർഗാനിക്സിന്റെ പെർഫോമൻസ് നോക്കൂ. സ്വീക്വൻഷ്യൽ നോക്കൂ. സെപ്റ്റംബർ 22 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 78.3 ആയിട്ട് അത് 52.89 ആയിട്ട് താന്നു ശരിക്കും. കഴിഞ്ഞ ഡിസംബറിൽ 78.39 crores ആയിരുന്നു, അതും 52 കോടിയായിട്ട് താന്നു ശരിക്കും. അപ്പം സ്വീക്വൻഷ്യലും പെർഫോമൻസ് മോശമാണ്, ഇയർ ഓൺ ഇയറും പെർഫോമൻസ് മോശമാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 12.24 നിന്നും 9.63 ആയിട്ട് വീക്കായി ശരിക്കും. അടുത്ത ദിവസം എല്ലാവർക്കും അറിയാവുന്ന IEX ആണ് സ്റ്റോക്ക്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. എന്താ സംഭവിച്ച സെപ്റ്റംബർ ആയിട്ട് നോക്കാൻ നേരത്തെ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് എ ഫ്ലാറ്റ് റിസൾട്ട് അല്ലെ. ആകെ സംതിങ് അറൌണ്ട് 4 കോടിയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. നോട്ട് ഈവൻ 10%, സംതിങ് അറൌണ്ട് 4%, 5% ഉള്ളി. ഈ പറയുന്ന കണക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള OPM ആണ് 83. പക്ഷെ നിങ്ങൾ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യാൻ നേരത്തെ 98 കോടിയിൽ നിന്നും പെർഫോമൻസ് 83 കോടിയായിട്ട് താന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ OPM പ്രഷർ ആണ് അനുഭവിക്കുന്നത് അല്ലെ. 86 83 ആയിട്ട് താന്നു ശരി.
അടുത്തത് ഹെറിറ്റേജ് ഫുഡാണ്. ഹെറിറ്റേജ് ഫുഡ് നിങ്ങൾ നോക്കിക്കോളൂ. ഡിസംബറിൽ 39 കോടി. ഈ ഡിസംബറിൽ 31 ക്രോസ്. 2021 39 കോടി. ഈ ഡിസംബറിൽ 31 കോടി. ഓപ്പറേറ്റിംഗ് OPM മാർജിൻ 6% നിന്നും 4%. OPM മാർജിൻ പ്രഷറാണ് അനുഭവിച്ചത്. സ്വീക്കൻസ് നോക്കാൻ നേരത്ത് 38 കോടി നിന്നും 31 കോടിയായിട്ട് വീണ്ടും കുറഞ്ഞു. ശരിക്കും 5% ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 4% മാറി. ശരിക്കും നാച്ചുറലി അത് ഏണിങ്സ് പെർ ഷെയറിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമല്ലോ. ജസ്റ്റ് 2 രൂപ 24 പൈസയിൽ നിന്നും 1 രൂപ 48 പൈസ DPS വീക്കായി. അടുത്തത് അതുലിന്റെ പെർഫോമൻസ് നോക്കും നിങ്ങൾ. കഴിഞ്ഞ ഡിസംബറിൽ 251 ക്രോസ് ആയിരുന്നു, അത് 172 ക്രോസ് ആയിട്ട് താന്നു. ഈ സെപ്റ്റംബറിൽ 220 ക്രോസ് ആയിരുന്നു, അത് ഡിസംബർ വന്നപ്പോൾ പുതിയ Q3 ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോൾ 220 172 ആയിട്ട് താന്നു. ശരിക്കും OPM മാർജിൻ 18% 15%, 15 നിന്നും 14%. EPS 46 രൂപ 5 പൈസയിൽ നിന്നും 51 രൂപ 13 പൈസ, അവിടെ നിന്ന് 35 രൂപ 61 പൈസയിലേക്ക് താന്നു. ശരിക്കും സോ പെർഫോമൻസ് ഒക്കെ 3561 വേഴ്സസ് 46.05, 3561 വേഴ്സസ് 51.13. എന്ത് വീക്കായിട്ട് റിസൾട്ടാണ് ശരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കമ്പനികളുടെയൊക്കെ 9 months പെർഫോമൻസ് അതിന്റെ ബാലൻസ് ഷീറ്റ് കയറി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളത് മനസ്സിലാക്കുക, ഏതെല്ലാം വീക്കായി ഏതെല്ലാം ഫ്ലാറ്റായി. വീക്കായുള്ള കമ്പനികളുടെ റിസൾട്ട് വെച്ച് സ്റ്റോക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് നിങ്ങൾ അത് വാച്ച് ചെയ്ത് മനസ്സിലാക്കുക. ഫ്ലാറ്റുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യുക. കാരണം ഇങ്ങനത്തെ വാച്ചിങ്ങും ഇങ്ങനത്തെ സ്റ്റഡീസുമാണ് നിങ്ങളെ നല്ല ബെറ്റർ ട്രേഡറായിട്ട് മാറ്റുന്ന വിഷയം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.